തൃശ്ശൂരിൽ ഞാനൊരു കാഴ്ച തരാമെന്ന് പറഞ്ഞു. വെറും കാഴ്ചയല്ല, തൃശ്ശൂർ കാണണമെങ്കിൽ ഇനി ഡബിൾ ഡക്കറിൽ ഇരുന്ന് കാണണം. തൃശ്ശൂരിൽ നഗരം ചുറ്റി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് പോകുന്ന KSRTC ഡബിൾ ഡക്കർ ബസിന്റെ ട്രയൽ റൺ ആരംഭിച്ചു. തൃശ്ശൂർ രാമനിലയത്തിന്റെ പരിസരത്ത് നിന്നും ബസ് പുറപ്പെട്ടിട്ടുണ്ട്. ബസ് അല്പസമയത്തിന് ശേഷം പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചേരും. മന്ത്രിമാരായ K. രാജൻ, KB ഗണേഷ് കുമാർ എന്നിവർ ട്രയൽ റണ്ണിൽ പങ്കെടുക്കുന്നുണ്ട്. ജെയ്സൺ ചാമോളപ്പിലും കൂടി ഉണ്ട് എന്നാണ് തോന്നുന്നത് ആ ബസ്സിൽ. നമുക്ക് നോക്കാം. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ് ജെയ്സൺ. തൃശ്ശൂർ നമ്മൾ ഇതുവരെ കണ്ട പോലെയുള്ള തൃശ്ശൂർ അല്ല ഡബിൾ ഡക്കർ ബസ്സിൽ ഇരിക്കുമ്പോൾ കാണുന്നതല്ലേ? കമ്പിയൊക്കെ ഒന്ന് നോക്കിക്കോളൂ മുകളിൽ. അരുൺകുമാർ, കമ്പി നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ യാത്ര. പക്ഷേ ഒരു കാഴ്ചയ്ക്ക് വ്യത്യാസമുണ്ട്. തൃശ്ശൂരിൽ ഇത്ര കാലം കണ്ട കാഴ്ചയല്ല ഇനി കാണാൻ പോകുന്നത്. അതിഗംഭീരമായ കാഴ്ചയാണ്. ഞാൻ നോക്കുകയായിരുന്നു, ഇത്ര രസകരമായ സ്ഥലമാണ് തൃശ്ശൂർ. ഞാൻ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നൊക്കെ തൃശ്ശൂർ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സ്വരാജ് റൗണ്ടിൽ കടക്കാൻ പോവുകയാണ്. പക്ഷേ ഈ സ്വരാജ് റൗണ്ടിൽ കടന്നാൽ അതിഗംഭീരമായ കാഴ്ചയാണ്. വടക്കുനാഥനെ വലം വെച്ച് ഡബിൾ ഡക്കർ ബസ്സിൽ പുത്തൂരിലേക്ക് എത്തി പുത്തൂരിൽ മൃഗങ്ങളെ കണ്ടു മടങ്ങാം. അതാണ് തൃശ്ശൂർക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്ന, അതും ഡബിൾ ഡക്കർ ബസ്സിൽ. ആ യാത്ര ഏറ്റവും ഗംഭീരമായ യാത്ര. രണ്ട് മന്ത്രിമാരും നമ്മുടെ ഒപ്പം ഉണ്ട്. ഗണേഷ് കുമാർ ജി, ഞങ്ങളുടെ തൃശ്ശൂർ നിങ്ങളൊരു ഡബിൾ ഡക്കർ തന്നു അല്ലേ? ഡബിൾ ഡക്കർ പുതിയ വണ്ടി വരുന്നുണ്ട്. ഇത് ട്രയലാണ്. നമ്മളിപ്പോൾ രാജൻ മിനിസ്റ്റർ ആവശ്യപ്പെട്ട പ്രകാരം ഒരു ട്രയൽ ഓടിച്ചു നോക്കണം. ഇതിനകത്ത് കേബിളുകളെല്ലാം മാറ്റണം. ഇതപ്പോൾ ഇന്ന് പോകുമ്പോൾ അറിയാൻ പറ്റും. കുറച്ച് കേബിൾ മാറ്റി, പക്ഷേ വണ്ടി ഓടിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ട്രയൽ നോക്കിയിട്ട് നമ്മൾ ഇത്ര പെട്ടെന്ന് തൃശ്ശൂർക്ക് ഒരു ഡബിൾ ഡക്കർ ബസ് എത്തിക്കാൻ കഴിയും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു? അത് മന്ത്രി രാജന്റെ പ്രത്യേക വാശിപിടുത്തം കൊണ്ട് തന്നെയാണോ എത്തിയത്? അദ്ദേഹം ഒരു 4-5 ദിവസം വേണ്ടി എനിക്ക് കത്ത് തന്നത്. പക്ഷേ തന്ന ദിവസം തന്നെ ഞാൻ KSRTC CMD-യോട് വണ്ടി വാങ്ങാൻ നിർദ്ദേശം കൊടുത്തു. അവർ വണ്ടി വാങ്ങാനുള്ള നടപടി തുടങ്ങി കഴിഞ്ഞു. ഇത് ബാറ്ററി വണ്ടിയാണ്, ഡബിൾ ഡക്കർ ആയിട്ട് ഓർഡർ ചെയ്ത് ഉണ്ടാക്കണം. അപ്പോൾ അവർ ബിൽഡ് ചെയ്ത് തരും. നമുക്ക് ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും സാധനം ഇടാൻ പറ്റും. അപ്പോൾ ഇതൊരു മനോഹരമായ കാഴ്ചയായിരിക്കും. സത്യത്തിൽ ഇപ്പൊ വടക്കുന്നാല് പാറമേക്കാവ് ക്ഷേത്രമൊക്കെ ഉണ്ട്. എന്തൊരു രസകരമല്ലേ മന്ത്രി രാജൻ? അതെ അതെ, ഉറപ്പായിട്ടും വളരെ 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 മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. ഞാൻ സത്യത്തിൽ പ്രിയപ്പെട്ട ഗണേഷ് കുമാർ, ജ്യേഷ്ഠ സഹോദരൻ കൂടിയായിട്ടുള്ള ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം വലിയ മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ KSRTC രംഗത്തുണ്ടാകുന്നത്. തിരുവനന്തപുരത്തും എറണാകുളത്തും ഡബിൾ ഡക്കർ യാത്ര തുടങ്ങി ഞങ്ങൾ കൊതിപ്പിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്കൊന്ന് വേണമല്ലോ. തൃശ്ശൂർക്കില്ലാണ്ട് ആ പരിപാടി നടക്കില്ല. സാംസ്കാരിക തലസ്ഥാനം പുത്തൂര് ഗംഭീരമായ കാഴ്ച. തൃശ്ശൂരിന്റെ നഗരം ചുറ്റിക്കണ്ട് മലയോര മേഖലകളിലൂടെ ഒരു യാത്ര നടത്തി. ഇത് കുറച്ചുകൂടി വൈവിധ്യവൽക്കരിക്കും. എനിക്ക് തോന്നുന്നു ഗണേഷ് ചേട്ടാ, നമുക്ക് തൃശ്ശൂരിനൊരു പുതുവത്സര സമ്മാനമായി 2026 ജനുവരി ലഭ്യമാവും. നമ്മുടെ സ്കൂൾ യുവജനോത്സവം 7 തൊട്ട് 11 വരെ തൃശ്ശൂരാണ്. ആ കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അസാമാന്യമായിട്ടുള്ള അനുഭവം അങ്ങനെ വന്നാൽ ഇവിടെ ഉണ്ടാകുന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇത് അരുൺകുമാർ, ഇപ്പം നമ്മൾ ഈ സ്വരാജ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. സ്വരാജ് റൗണ്ടിന്റെ ഭംഗി ഏറ്റവും ഗംഭീരമായി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കാഴ്ച കൂടിയാണ്. ഇപ്പം നമുക്ക് തെക്കേ ഗോപനാട, നമ്മളൊക്കെ പൂരത്തിന് നിന്ന് ഏറ്റവും ഗംഭീരമായി പൂരം ആസ്വദിക്കുന്ന തെക്കേ ഗോപനാടയിലേക്ക് ഇപ്പോൾ എത്തിച്ചേരും. ഇപ്പോൾ തേക്കിൻകാടിലൂടെ അങ്ങ് തേക്കുകളുടെയൊക്കെ ഗംഭീരമായ കാഴ്ചയുണ്ട്, ആലുണ്ട്. മരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ, തൃശ്ശൂർ നഗരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ കാഴ്ച സമ്മാനിക്കുന്ന ഈ വടക്കുന്നാഥനെ ചുറ്റി യാത്ര എന്ന് പറയുന്നത് അതിഗംഭീരമായ യാത്ര. ഈ യാത്രയിൽ ഇതിൻ്റെ നാഥനും കൂടിയുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചുള്ളൂ, അടുത്ത് എന്താണ് മേയർ ചെയ്യാൻ പോകുന്നതെന്ന രാഷ്ട്രീയം നമ്മൾ നേരത്തെ സംസാരിച്ചുള്ളൂ. ഇനി മത്സരത്തിനുണ്ടാകുമോ എന്നൊക്കെ സംസാരിച്ചാണ്. പക്ഷേ മത്സരത്തിനുണ്ടായില്ലെങ്കിലും ഇപ്പോൾ ആളിവിടെ തൃശ്ശൂരിൻ്റെ നാഥനാണ്. ഈ യാത്രയ്ക്കൊപ്പം ഉണ്ട്. എന്ത് തോന്നുന്നു ഇങ്ങനെ ഡബിൾ ഡക്കർ യാത്ര? ഇത് വലിയ മാറ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുക. നമ്മൾ മനസ്സിലാക്കണം, ഇനി തൃശ്ശൂർ ലോകോത്തര നിലവാരത്തിലേക്ക് അറിയാൻ പോവുകയാണ്. കാരണം ഏഷ്യയിൽ തന്നെ 2ാമത്തെ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ ഏകദേശം 5 ലക്ഷത്തോളം മുതൽ 50 ലക്ഷം വരെ ആൾക്കാർ ഒരു വർഷം വന്നു പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് തൃശ്ശൂർ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും ഇത് തൃശ്ശൂരിൻ്റെ വലിയ മാറ്റമുണ്ടാക്കും, വളർച്ചയുണ്ടാക്കും. കേരളത്തിൽ 1ാമത്തെ ഒരു ജില്ലയായി മാറാൻ പോകുന്നു. അത് വലിയ വലിയ ഒരു ഭാഗമായിട്ട് ഞാൻ കാണുന്നു. അരുൺകുമാർ നിങ്ങൾ രണ്ടുപേരും കൂടി ക്ഷണിക്കുന്നില്ല ഇവിടേക്ക്? ഗംഭീരമായിട്ട് കവർ ചെയ്യണ്ടേ നമുക്ക്? ഇതിന്റെ തറക്കല്ലിടുന്ന സമയത്ത് അന്ന് മന്ത്രിയായിരുന്നു ഗണേഷ് കുമാർ അല്ലേ? ഞാൻ സമയത്ത് ലൈസൻസ് കൊടുക്കുന്നത് അന്ന് ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴാണ്. സാംസ്കാരിക വകുപ്പിന്റെ ഫണ്ട് അല്ലേ? ഇത് 11 ഏക്കറിൽ തൃശ്ശൂർ നഗരത്തിൻ്റെ നടുവിൽ സൂ വകുപ്പിൻ്റെ മൃഗശാല വകുപ്പിൻ്റെ കീഴിലുള്ള മൃഗശാലയിൽ ഞെരുക്കമാണെന്ന് അറിഞ്ഞിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനം വകുപ്പിൻ്റെ സൂ ആണ് ഇവിടെ വരുന്ന സൂ. വനം വകുപ്പിന് എവിടെയും സൂ ഇല്ല. കേരള ക്രെഡിറ്റ് മന്ത്രി ഗണേഷ് കുമാറിനുണ്ട്. തരേണ്ടതാണ്. കാരണം 26 വർഷത്തിന് ശേഷം ഒരു സൂവിന് ഇന്ത്യയിൽ ഒരു അംഗീകാരം വാങ്ങിയെടുക്കുന്നതും ഇതിനെ ഡിസൈൻ ചെയ്യുന്നത് ജോൺ കോ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ഡിസൈനറെ കൊണ്ടാണ്.
ഈ മന്ത്രി രാജൻ അത് തരുമെന്ന് തന്നെ പ്രതീക്ഷിക്കില്ല. ആൾ കൂടി കൊടുക്കട്ടെ. അല്ല, ഉറപ്പായിട്ടില്ല. ഈ വരുന്ന 28-ാം തീയതി ഗണേഷ് കുമാർ മിനിസ്റ്റർ ഉണ്ട് നമ്മുടെ ഈ മനോഹരമായിട്ടുള്ള ഉദ്ഘാടനത്തിനും തുടർന്നുള്ള സമ്മേളനത്തിലേക്ക്. ഏതായാലും അതിഗംഭീരമായ കാഴ്ച തൃശ്ശൂർക്കാർ കരുതി വച്ചിരിക്കുന്നു. ഇനി കലോത്സവം വരാൻ പോകുകയാണ്. അങ്ങനെ ആഘോഷങ്ങളിലേക്ക് കടക്കാൻ പോകുന്ന തൃശ്ശൂരിന് ഏറ്റവും സുന്ദരമായ ഒരു സംസ്ഥാന സർക്കാരിന്റെ ഒരു സമ്മാനമായി മാറുകയാണ് ഡബിൾ ഡെക്കർ ബസ്സും പുത്തൂർ സുവോളജിക്കൽ പാർക്കും. താങ്ക് യു. സൂക്ഷിച്ച് യാത്ര ചെയ്യൂ ജെയ്സൺ. മുകളിലുള്ള കമ്പി മരച്ചില്ലകൾ ഇതൊക്കെ ചിലപ്പോൾ ഈ ഡബിൾ ഡെക്കർ ബസ്സിന് ഒരു തടസ്സമാവും. അതൊക്കെ നീക്കി മുന്നോട്ട് നീങ്ങട്ടെ. അപ്പോൾ ഇനി തൃശ്ശൂര് നിങ്ങൾ കാണാൻ പോകുന്നത് പഴയ കാഴ്ചയല്ലട്ടാ, അതൊരു സൂപ്പർ കാഴ്ചയായിരിക്കും.